UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് കഴിഞ്ഞ കുറേ നാളുകളായി വലിയൊരു നിശബ്ദതയിലാണ്. ആ നിശബ്ദതയിൽ നിന്ന് എന്തെങ്കിലും വായിച്ചെടുക്കാൻ കഴിയുമോ എന്ന് നോക്കാം. ലീഗ് അത്തരത്തിൽ ഒരു നിശബ്ദത പാലിക്കാറില്ല. ആ നിശബ്ദതയ്ക്ക് കാരണം എന്തായിരിക്കാം? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു മതേതര പാർട്ടിയായിട്ട് നിലകൊള്ളുന്നു. അത് വർഗീയ സ്വഭാവം ഒന്നുമില്ല എന്ന് ആവർത്തിക്കുന്നു. എന്നാൽ 2026 ഭരണത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് വർഗീയ സ്വഭാവമുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളുമായിട്ടും കൂട്ടുകെട്ട് നടത്തുന്നു. അതുകൊണ്ടാണ് ലീഗിനെ ആശ്രയിച്ച് പലർക്കും നിൽക്കേണ്ടി വരുന്നത്. ലീഗ് സർവ്വവിധ പിന്തുണയും കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ലീഗിന് അവിടെ മതിയായ സ്ഥാനം തന്നെ ഉണ്ടാകും. UDFിനകത്ത് ലീഗ് ഇപ്പോൾ തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ, ലീഗിന് അതൃപ്തി ഉള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കാര്യത്തിലേ ഉള്ളൂ. ഭരണമില്ല. പിന്നെ കോൺഗ്രസിനകത്ത് കലഹം ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കലഹം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരുമോ എന്നാണ് ലീഗ് ഭയക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അതൃപ്തിയേ ഉള്ളൂ, അല്ലാതെ ലീഗിന് അതൃപ്തി വരുന്നില്ല. ഈ ഭരണമില്ലാതിരിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം, അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് അവർക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ സാമ്പത്തികമായിട്ട് ലീഗ് എന്ന് പറയുന്ന പാർട്ടി തകരില്ല. കോൺഗ്രസ് അതല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ അധികാരമില്ലെന്നുണ്ടെങ്കിൽ ഈ KPCC ആസ്ഥാനത്തും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പോലും പണമില്ലാത്ത സ്ഥിതിയാണ്. എന്തിന് കറണ്ട് ചാർജ് അടയ്ക്കാൻ പോലും വഴിയില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ നോക്കേണ്ടത് CPM-ലും നോക്കണം. അവർക്കും ഭരണമില്ലെന്നുണ്ടെങ്കിലും അവരൊരിക്കലും ഒരു ക്ലേശം അനുഭവിക്കത്തില്ല. സാമ്പത്തികമായിട്ടും അവർ വലിയ ഉറപ്പുള്ളവരാണ്. സാമ്പത്തിക അടിത്തറ ഭദ്രമാണ്. അവരുടെ സമാനമായിട്ടുള്ള സംഘടനകളായാലും പലതരത്തിലുള്ള പ്രസ്ഥാനം, ദേശാഭിമാനി പത്രം, കൈരളി ചാനല്, ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് വളരെ കെട്ടുറപ്പോടുകൂടി തന്നെ മുമ്പോട്ട് പോകുമെന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പത്രമാണല്ലോ വീക്ഷണം. എത്ര കോപ്പി അടിക്കുന്നുണ്ട്? കോൺഗ്രസ്സുകാരുടെ വീടുകളിൽ പോലും അത് വീക്ഷണം പത്രം ഉണ്ടോ? ദേശാഭിമാനി പത്രം ചെന്ന് നോക്ക്, എല്ലാ സഖാക്കന്മാരുടെയും വീടുകളിൽ ഉണ്ട്. അവർ വായിക്കോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. എല്ലാ സഖാക്കന്മാരുടെയും, അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട ഉള്ള എല്ലാ സ്ഥാപനങ്ങളിലും ദേശാഭിമാനി പത്രം ഉണ്ടെന്നുള്ളതാണ്. ദേശാഭിമാനി പത്രമാണ് സഖാക്കന്മാരൊക്കെ രാവിലെ കണി കണ്ട് ഉണരുന്നത്. അപ്പോൾ ഇവർക്ക് അതുപോലെ തന്നെയാണ് ലീഗിനും. അവരൊരു എല്ലാ തരത്തിലും അവർക്ക് തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ സാമ്പത്തിക തൃപ്തി അവർക്കുണ്ട്. പക്ഷെ ഭരണം വേണം. ഈ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ അതൃപ്തി അവർ കൊണ്ടുപോകുന്നത് കൊണ്ടാണ്, അതായത് കോൺഗ്രസിനകത്തെ കലഹം അവർക്ക് അതൃപ്തി ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് അവരിപ്പോൾ വലിയ നിശബ്ദത പാലിക്കുന്നത്. ഈ നിശബ്ദതയിൽ പലർക്കും സംശയമുണ്ട്, ലീഗ് LDFിലേക്ക് ചായാനുള്ള വഴിയുണ്ടോ എന്ന്. അത് അത്ര പെട്ടെന്ന് നടക്കില്ല. ഇപ്പൊ MV ഗോവിന്ദൻ വന്ന സമയത്ത് പറയുകയുണ്ടായി, പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്ന സമയത്ത്, ലീഗ് മതേതര പാർട്ടിയാണ്, ലീഗിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, LDFിലേക്ക് മറ്റ് മത തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധമെല്ലാം കളഞ്ഞ് ശുദ്ധിയായിട്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരൂ എന്നാണ് പറഞ്ഞത്. ഇടയ്ക്ക് അതിൻ്റെതായ 2021 പിണറായി വിജയൻ രണ്ടാമതും അധികാരത്തിൽ വന്നപ്പോൾ തിരക്കിട്ട ചർച്ചകളും ആലോചനകളും ഒക്കെ നടന്നതാണ്. ഇടയ്ക്കത് നടക്കാതെ പോയി പിന്നീട്. കാരണം പിണറായി സർക്കാരിനെതിരെ അതിനിശിതമായ വിമർശനങ്ങൾ
ഉണ്ടാവുകയും ഒരു വലിയ ജനവികാരം, പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ അലയടിക്കാൻ തുടങ്ങിയപ്പോൾ ലീഗ് പതുക്കെ ചൂട് മാറ്റി. അതുകൊണ്ടാണ് ലീഗിന്റെ അധ്വാനം ഏറെ ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചു. ഏറ്റവും അവസാനം വന്നിട്ട് നിലമ്പൂരിൽ വരെ വൻ ഭൂരിപക്ഷത്തിൽ ലീഗിന്റെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ലീഗിന് വലിയ അപ്രമാദിത്വമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ അപ്രമാദിത്വം ഇവർ ഇനിയും കാണിക്കും. ഇപ്പോൾ തന്നെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കോൺഗ്രസിന് വഴങ്ങിക്കൊടുക്കേണ്ടി വരും, കൂടുതൽ സീറ്റ് ചോദിക്കും. അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ ഈ വെച്ചുമാറും, കോൺഗ്രസ് ലീഗും തമ്മിൽ സീറ്റ് വെച്ചുമാറാൻ ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പൊ ഗുരുവായൂരും തിരുവമ്പാടി അതുപോലെ കളമശ്ശേരി ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ സീറ്റുകൾ വെച്ചുമാറാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഈ കൂടുതൽ സീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുസ്ലിം ലീഗിന്റെ കാര്യങ്ങൾ അറിയാമല്ലോ. അവര് മലപ്പുറം ജില്ലയിലും അല്ലെന്നുണ്ടെങ്കിൽ ആ മലബാർ ഏരിയയിലൊക്കെ തന്നെ അവർക്ക് കൊടുക്കുന്ന സീറ്റ് വളരെ സുരക്ഷിതമായി അവർ നിയമസഭയിൽ എത്തിക്കും. അവിടെ CPI ഒന്നും അങ്ങനെ കയറി അത്രയൊന്നും കൊത്താൻ പറ്റത്തില്ല. കാരണം അവരുടെ വോട്ടുകൾ അത് വളരെ അടിത്തറ ഭദ്രമാണ്, അത് വിഭജിക്കത്തില്ല. ഹൈന്ദവ അവരുടെ ഇടയിലുള്ള ഇപ്പൊ ഈഴവരുടെ വോട്ട് ഭിന്നിച്ചു പോകുന്നു, CPM-ലേക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ BJP-യിലേക്ക് പോകുന്നുണ്ട്, നായർ വോട്ടും ഭിന്നിപ്പുണ്ടാകുന്നുണ്ട്. ഇതുപോലെ മുസ്ലിം വോട്ടുകളിലൊന്നും ഭിന്നിപ്പുണ്ടാകത്തില്ല. അത് കൃത്യമായിട്ട് അവർക്ക് എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തുകയും ചെയ്യും. അവർക്കൊരു കേഡർ സ്വഭാവം ഉണ്ടെന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ഒരിക്കലും ഈ ആവശ്യമില്ലാത്ത വർത്തമാനത്തിലും വിടുവായുധത്തിലും ഇറങ്ങിത്തിരിക്കാറില്ലല്ലോ. നമ്മൾ അതുകൊണ്ടൊക്കെയാണ് ഈ ലീഗിന്റെ നിശബ്ദത മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് ഒരിക്കലും ഈ പ്രസ്താവനയും മറുപ്രസ്താവനയും കൊണ്ടുവന്ന് ഇറക്കി ആ പ്രസ്താവന യുദ്ധം നടത്തി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല ലീഗ്. യൂത്ത് വിങ്ങിനോടൊക്കെ പറയുന്നത് പോയി പണിയെടുക്കാനാണ് പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട, പോയി പണി ചെയ്യുക. അങ്ങനെ പണി ചെയ്ത് വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ചില നല്ല വശങ്ങൾ നമ്മൾ പറയണം. ഇപ്പൊ CH മുഹമ്മദ് കോയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നിട്ടില്ലേ? എത്ര മതേതര സ്വഭാവമുള്ള ആളായിരുന്നു. CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുമ്പോഴല്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രൂപം കൊള്ളുന്നത്? ശ്രീകൃഷ്ണ ജയന്തിക്ക് പൊതു അവധി വന്നത് CH മുഹമ്മദ് കോയയുടെ ഇടപെടലല്ലേ? ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? പിന്നെ കോൺഗ്രസിനകത്തും മുസ്ലിം വിഭാഗമില്ലേ? ഇപ്പോൾ തലേക്കുന്നിൽ ബഷീർ, ആര്യാടൻ മുഹമ്മദ്, ഇങ്ങനെ നീണ്ടുപോകുന്നില്ലേ? അപ്പോൾ കോൺഗ്രസിനകത്തുള്ള മുസ്ലിം വിഭാഗവും അതിപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ ഇതിനകത്ത് ഷാഫി പറമ്പിലും സിദ്ദിഖിലും ഒക്കെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ലീഗിന്റെ ഇത്തരത്തിലുള്ള ഒരു മതേതര സ്വഭാവവും നിലനിർത്തുന്നത് കൊണ്ട് അവർക്ക് അനാവശ്യമായ കാര്യങ്ങളിലുള്ള ഇടപെടൽ ഇല്ല എന്നുള്ളതാണ്. തക്കതായ രീതിയിൽ പറയേണ്ടിടത്ത് പറയുക, അത് നേതൃത്വം പറയും. അല്ല താഴെത്തട്ടിലുള്ളവർ കിടന്ന് ഇക്കാര്യത്തിനകത്ത് കയറി ഇടപെടൽ നടത്തില്ല. അപ്പോൾ കോൺഗ്രസിനോട് ലീഗ് കൂടുതൽ സീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസുകാർക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരും. ഇനി 26-ൽ UDF-ന് പതനമാണ് സംഭവിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും? കോൺഗ്രസിനേക്കാൾ സീറ്റ് കൂടുതൽ ലീഗിന് കിട്ടും. അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗ് കേരളത്തിലെ പ്രതിപക്ഷം ആകും. പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗിൽ നിന്നാകും. അത് കുഞ്ഞാലിക്കുട്ടി തന്നെയാകും. 26-ൽ അധികാരത്തിൽ UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി പദം ഉണ്ട്, ഉറപ്പായ കാര്യമാണ്. 5 മന്ത്രിമാരുണ്ട്, 6ാമതൊരെണ്ണം കൂടി ആകാം. 5 മന്ത്രിമാരുണ്ട്, ഉപമുഖ്യമന്ത്രി പ്ലസ് ഉപമുഖ്യമന്ത്രിയും അത് കുഞ്ഞാലിക്കുട്ടി തന്നെ ആയിരിക്കും ഇവിടെ പ്രതിപക്ഷ നേതാവായാലും. അപ്പോൾ ഒരു സംശയിക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗിനും താഴെ ആയിരിക്കുമോ കോൺഗ്രസിന്റെ സീറ്റ് എന്നുള്ളതാണ് നമുക്ക് അത്ഭുതപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ.
ഇനി കൂടുതൽ സീറ്റ് അവർ ചോദിക്കുമെന്നുള്ള ഉറപ്പാണ്. അതുപോലെ തന്നെ ചിലയിടങ്ങളിലെ സീറ്റ് വെച്ച് മാറാൻ സാധ്യതയുണ്ട്. അത് സീറ്റ് വെച്ച് മാറുന്നത് ലീഗിന്റെ കോട്ടകളിൽ തന്നെയാണ്. കാരണം ഇപ്പൊ ഗുരുവായൂർ പോലുള്ള ഇടം, കാരണം കോൺഗ്രസിന് അത് ചിലരൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട് ആ മണ്ഡലങ്ങളിൽ നിൽക്കാനായിട്ട്. കാരണം ഇങ്ങനെ വെച്ചു മാറാൻ തയ്യാറാകുന്ന അങ്ങനെയെങ്കിലും കോൺഗ്രസ് വളരെ സുരക്ഷിതമായി വിജയിച്ചു വന്ന് 26-ൽ അധികാരത്തിൽ വരണം എന്ന് ലീഗ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഗുരുവായൂർ മണ്ഡലം കെ മുരളീധരൻ നോട്ടമിടുന്നുണ്ട്. അത് വളരെ ലീഗിന്റെ സുരക്ഷിതമായിട്ടുള്ള ഇടമാണ്. അത് 2021-ൽ അക്ബറാണ് വിജയിച്ചത്. 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് KN ഖാദറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം. കൂടുതൽ സീറ്റ് ചോദിച്ചുകൊണ്ട് അത് ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്നതിന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയും, മറിച്ച് ഇനിയും പ്രതിപക്ഷത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവായി മാറുന്നതിനുമുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. ഇനിയും UDF-ന്റെ പതനമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല കേട്ടോ. 26-ൽ അധികാരത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് എന്തായാലും അവർക്കുള്ള സീറ്റിൽ അവർ വിജയിച്ചു വരും. ലീഗ് കളയും. UDF വിട്ടിട്ട് പോകും. LDF-ലേക്ക് പോയിക്കൂടായി ഒന്നുമില്ലല്ലോ. അവർക്ക് അയിത്തമൊന്നും അവിടെ കൽപ്പിച്ചിട്ടില്ല. അപ്പൊ LDF-ലേക്ക് വന്നു കഴിയുമ്പോൾ ഈ സാഹചര്യത്തിൽ ലീഗ് ചിലപ്പോൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യും. അത് CPM കൊടുക്കാനും തയ്യാറാവും. കാരണം CPM-നും അധികാരത്തിൽ വരണം 3-ാം വട്ടം. പിന്നെ UDF-ന്റെ ഭാവി മൊത്തത്തിലെ അപകടത്തിലാവും 26-ൽ തോൽവിയാണെങ്കിൽ. ഘടകകക്ഷികളൊക്കെ ഉണ്ട്, ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ. RSP, കേരള കോൺഗ്രസ് ജോസഫ് ഇപ്പോൾ 2 സീറ്റേ ഉള്ളൂ. പിന്നീട് ഫോർവേഡ് ബ്ലോക്ക്, അതൊക്കെ അതിനൊന്നും സീറ്റില്ല. CMB അങ്ങനെ പോവുകയാണ്. അപ്പൊ ഇവരൊക്കെ അവരവരുടേതായ വഴി നോക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ലീഗ് ഒരു പ്രധാന പ്രതിപക്ഷം തന്നെയാണ്. ലീഗ് എങ്ങാനും CPM-ലെ LDF-ൽ വന്നു കഴിഞ്ഞാൽ CPI-ക്ക് മാനത്ത് നോക്കിയിരിക്കാം. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പുറത്തേക്ക് വന്നപ്പോൾ CPI കുറച്ചധികം ഒന്ന് എതിർത്ത് നോക്കിയതാ. അന്ന് കാനമായിരുന്നു പാർട്ടി സെക്രട്ടറി. എതിർപ്പൊന്നും നടന്നില്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് വന്നാൽ തീർച്ചയായിട്ടും CPI താഴേക്ക് പോയി ബിനോയ് വിശ്വം മുകളിലോട്ട് നോക്കിയിരിക്കേണ്ടി വരും. അപ്പോൾ ലീഗിന്റെ നിശബ്ദതയിൽ നമ്മൾക്ക് പലതും വായിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ലീഗിന്റെ നീക്കം എന്താണെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.